ഇന്ന് ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതൊരു റമദാൻ സ്നാക്ക് കൂടിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉന്നക്കായ കഴിക്കാൻ മിക്കവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉന്നക്കായ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതവിടെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാൻ പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു 2.5 കിലോ പഴം ഉണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി 2 അറ്റം മുറിച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ഇത് പ്രഷർ കുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2.5 കിലോ പഴമാണ് ഉള്ളത്. അപ്പോൾ ഇത് പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ചെറിയ പീസായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അധികം പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും. ഇത് വേറെ മെത്തേഡിലും ഉണ്ടാക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചിട്ട് പഴം നടു കീറിയിട്ട് നടുവിലെ സീഡെല്ലാം എടുത്ത് കളഞ്ഞ് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇത് സീഡൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മളിതിട്ട് കുത്തുന്ന സമയത്ത് തന്നെ എല്ലാം നല്ല ഉടഞ്ഞ് പേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ബ്ലെൻഡറിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഉടച്ച് നമുക്കൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം. പിന്നെ ഉന്നക്കായക്ക് പഴത്തിന് നല്ല മധുരം വേണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് നല്ലപോലെ ഉടച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല മധുരം കിട്ടും കേട്ടോ. ഉന്നക്കായക്ക് പൊതുവെ പഴത്തിൻ്റെ മധുരം കുറവും ഫില്ലിങ്ങിൻ്റെ മധുരം കൂടുതലും ആയിട്ടായിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉടച്ചെടുത്തിട്ടുള്ള പഴമാണിത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മളിനി റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതാ 5 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഈ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായി പഞ്ചസാര ആഡ് ചെയ്യാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കാഷ്യൂസ് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കാഷ്യൂസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കാഷ്യൂസ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ഹാഫ് റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് റേസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് റേസിൻസും ഇട്ട് നമുക്ക് നല്ലപോലെ എന്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളിത് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് അധികം കാലം സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കുറച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പരിവാകുന്ന സമയത്ത് ഇത്രയും ലൂസാവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. മുട്ട നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഗീ ഒഴിച്ച് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കൂടുതൽ കാലം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മുട്ടയൊന്നും എടുത്തിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. തേങ്ങ കൂട്ടിയാൽ മതി. തേങ്ങ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയാൽ മതി. ഒന്നെങ്കിൽ തേങ്ങ തനിയെ ഫില്ലിംഗ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് തേങ്ങക്ക് 1 മുട്ട എടുത്തിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരു 4 ദിവസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ അളവ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ തേങ്ങ റോസ്റ്റായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുട്ട വീണ്ടും ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായുടെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പഴത്തുനിന്ന് ഇതുപോലൊരു ചെറിയ ബോളാക്കി എടുക്കുകയാണ്.
ആ ബോൾ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു ചെറിയ കുഴിയാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു കുഴിയിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അവിടെ ഒരു ചെറിയൊരു ടീസ്പൂണ് ഫില്ലിങ് നമ്മൾ ഈ ഒരു കുഴിയിലേക്ക് നിറയ്ക്കുകയാണ്. ഇനി നമ്മളിത് ഈ പഴം കൊണ്ട് മൂടി ഉന്നക്കായുടെ ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഓയിൽ നല്ല ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് രണ്ട് സൈഡും നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അധികം നമുക്കതൊരു ഡാർക്ക് ഷെയ്ഡ് ആക്കണ്ട. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് കോരിയെടുക്കുകയാണ്. കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ മധുരം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.